എല്ലാവർക്കും നമസ്കാരം. ഞാനേ ഇങ്ങനെ പേടിച്ച് വിറച്ച് മുട്ടൊക്കെ ഇങ്ങനെ ഇടിച്ച് നിൽക്കുകയാണ്. രേഖ ചേച്ചിയുടെ വീഡിയോയ്ക്ക് നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. രേഖ ചേച്ചിയെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കുന്ന ചാനലുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ എടുത്തു പറഞ്ഞൊരു ചാനൽ എന്ന് പറയുന്നത്, അവരേറ്റവും കൂടുതൽ ട്രോമയിലേക്ക് പറഞ്ഞയച്ച ഒരു ചാനൽ എന്ന് പറയുന്നത് എബാക് ഡിബേറ്റ് എന്ന് പറയുന്ന ചാനലാണ്. നമ്മൾ അതേക്കുറിച്ചൊക്കെ സംസാരിച്ച് കഴിഞ്ഞു. പക്ഷേ ഭീഷണി വന്നു തുടങ്ങി. ഗംഭീര ഭീഷണിയാണ്. ഏതൊരു ബിനീഷ്, ഒരു വിനീത് ജോഷി എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നാണ് കമൻറ്റ് വന്നേക്കുന്നത്. വിനീത് ജോഷി 4819. ബിനീഷിനോട് കളിക്കുന്നത് രേണുവിനോട് കളിക്കുന്നത് പോലെ ആയിരിക്കില്ല. ഇതിനെന്തിനാണ് രേണുവിനെ വലിച്ചിട്ടെന്ന് എനിക്കറിയത്തില്ല. രേണുവിൻ്റെ വീഡിയോ ചെയ്തതുകൊണ്ടായിരിക്കും, ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. പക്ഷേ കഴിഞ്ഞ ഒരു 1-2 ആഴ്ചയായിട്ട് ഞാൻ രേണുവിൻ്റെ വീഡിയോ ചെയ്യാറില്ല എന്നുള്ളതാണ്. 1-1.5 ആഴ്ചയായി, 2 ആഴ്ച ആയിട്ടില്ല, 1.5 ആഴ്ചയോളമായി. അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു, ഇതിന് ദിവസക്കൂലിയാണോ അതോ മാസക്കൂലിയാണോ എന്ന്. ബിനീഷ് തന്നെ വന്ന് കൂലി തരും. ആരപ്പാ ഈ ബിനീഷ്? ചിലപ്പോൾ ആ ചാനലിൻ്റെ മുതലാളി ആയിരിക്കുമല്ലേ, എനിക്കറിയില്ല. ആയിക്കോട്ടെ എന്ന് ഞാൻ മറുപടിയും പറഞ്ഞു. അങ്ങനെ കൂലി കൊടുക്കാൻ നിന്നാൽ തൻ്റെ മുതലാളി കുറേ ഓടി തളരുമല്ലോ മോനെ എന്ന് ഞാൻ മറുപടി വീണ്ടും കൊടുക്കുകയാണ്. പിന്നെ മുഖമില്ലാത്ത അക്കൗണ്ടിൽ നിന്നാണ് ഇവൻ കമൻറ്റ് അയച്ചേക്കുന്നത്. ഈ ചില ഓൺലൈൻ മാധ്യമങ്ങളുടെ രീതിയാണല്ലോ, ബൈറ്റ് എടുക്കാൻ പോകുമ്പോഴും അവരുടെ മുഖം കാണിക്കത്തില്ല. പകരം ആരുടെയാണോ ബൈറ്റ് എടുക്കുന്നത് ആ ആളുടെ മുഖം മാത്രം പുറത്ത് കാണിക്കും, തോന്നിവാസ ചോദ്യങ്ങൾ ചോദിക്കുക. ഇതൊക്കെ ഒരുതരം ഓൺലൈൻ മാധ്യമങ്ങളുടെ ഒരു രീതിയാണ്. ഇവിടെയും ഈ കമൻ്റ് ഇട്ടവന് മുഖമില്ല, പ്രൊഫൈൽ പിക്ചറൊന്നുമില്ല, വെറുതെ പേര് മാത്രം, വിനീത് ജോഷി എന്നുള്ള പേര് മാത്രം. ഞാൻ അവൻ്റെ അക്കൗണ്ടിൽ കയറി നോക്കിയപ്പോഴേക്കും ആകെ എൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് മാത്രമാണ് അവൻ്റെ കമൻറ്റ് വന്നിട്ടുള്ളത്, വേറെ ഒന്നും വന്നിട്ടില്ല. 12 വർഷമായ അക്കൗണ്ടാട്ടോ, 56 സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. അപ്പോൾ കമൻറ്റ് ഇടാൻ വേണ്ടി മാത്രമുള്ളൊരു അക്കൗണ്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വേറെ പോസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്തില്ല. ദേ കണ്ടല്ലോ, ഒന്നുമില്ല. അപ്പോൾ കമൻറ്റ് അയക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു അക്കൗണ്ടായിട്ടാണ് തോന്നുന്നത്. ഞാനിപ്പോൾ വന്ന ഇത് പറയാൻ വേണ്ടിയല്ല, ഇത് പറഞ്ഞ കൂട്ടത്തിൽ സൂചിപ്പിച്ച് പോയെന്നേ ഉള്ളൂ. ഫിലിപ്പ് മമ്പാടിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ കോടതി കുറ്റവാളിയാണെന്ന് പറയുന്നത് വരെയും ഒരാളെ നമുക്ക് കുറ്റവാളിയായിട്ട് കാണാൻ പറ്റില്ല എന്നും അങ്ങനെ ചിത്രീകരിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് എൻ്റെ കാഴ്ചപ്പാടിൽ അയാളൊരു മോട്ടിവേഷണൽ സ്പീക്കറാണ്, മുൻ സബ് ഇൻസ്പെക്ടർ ആയിരുന്നു, അങ്ങനെയൊക്കെയുള്ളൊരു കാഴ്ചപ്പാടാണ് എനിക്കുണ്ടായിരുന്നത്. വേറൊരു മോശം ഒരു ഇമേജ് എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞു, ചേട്ടാ അയാൾ തെറ്റുകാരനാണ്, അയാൾ കുറ്റം സമ്മതിച്ചു, അയാൾ ആ പെൺകുട്ടിയെയും കൊണ്ട് ലോഡ്ജിൽ പോയി അല്ലെങ്കിൽ ഹോട്ടലിൽ പോയി എന്നൊക്കെ അയാൾ സമ്മതിക്കുന്നുണ്ട്. ഞാൻ തിരിച്ചു പറഞ്ഞു, മോനെ അങ്ങനെയൊക്കെ സമ്മതിച്ചാൽ പോലും കോടതി അയാളെ കുറ്റവാളിയായിട്ട് പറയണമല്ലോ, എങ്കിൽ മാത്രമല്ല അയാൾ കുറ്റവാളിയാവുന്നുള്ളൂ. എത്രയൊക്കെ തെറ്റുകൾ ചെയ്ത ഒരാളെയും കോടതി പറയുകയാണ് ഇയാൾ കുറ്റവാളി അല്ലാന്ന് പറഞ്ഞ് വെറുതെ വിട്ടാൽ അയാൾ കുറ്റവാളി ആവാതെ പോവുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞു, എന്തായാലും തീരുമാനങ്ങളൊക്കെ വരട്ടെ, എന്നിട്ട് നമുക്ക് അതേക്കുറിച്ച് സംസാരിക്കാം. പക്ഷേ ഇന്നലെ തൊട്ട് കേൾക്കുന്ന ഒരു കാര്യം, ഇയാൾ കുറ്റവാളിയാകുമോ ഇല്ലയോ എന്നൊരു ചോദ്യചിഹ്നമാണ്. കാരണം ഇയാൾക്ക് വേണ്ടി നല്ല രീതിയിൽ പുറകിൽ പണികൾ നടക്കുന്നുണ്ട്. ഇയാളെ പുറത്തിറക്കാനും ഇയാളെ വെളുപ്പിക്കാനും വേണ്ടിയുള്ള പണികൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതേ അറിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അതേക്കുറിച്ച് സംസാരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നി. കാരണം ഒരു ചാനൽ തന്നെ അതിന് മുന്നിട്ടിറങ്ങുക, പിരിഞ്ഞു പോയ ഭാര്യ സപ്പോർട്ട് ചെയ്യുക, മകൾ സപ്പോർട്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെ കേട്ടപ്പോൾ ശരിക്കും ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി. ഇയാളുടെ മകളോട് ചോദിക്കാനുള്ള ചോദ്യം, നിങ്ങളുടെ അച്ഛനാണ് ശരിയാണ്, പക്ഷേ ഇപ്പുറത്ത് ഒരു 16 വയസ്സുള്ള കുട്ടിയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു ഈ ഒരു വ്യക്തി, ഈ ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനൊരു കാര്യം ചെയ്യും എന്നുള്ളത്. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തൊരു കാര്യമല്ല. അയാൾ ഹോട്ടലിൽ കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്, പിന്നെ കേൾക്കുന്നു കുറ്റം സമ്മതിച്ചു എന്ന് കേൾക്കുന്നു, പക്ഷേ അതിൻ്റെ ഒന്നും തെളിവുകൾ നമ്മുടെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതേക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. പക്ഷേ ഇവിടെ പിരിഞ്ഞു പോയ വൈഫിനെ വിളിച്ച് നിർത്തിക്കൊണ്ട് എന്തിനിങ്ങനെ ഒരു നാടകം കളിക്കുന്നു? ആരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി? ജനങ്ങളെയോ അതോ കോടതിയെയോ അതോ പോലീസിനെയോ? എന്തിനാണ് നിങ്ങളിങ്ങനെ ഒരു നാടകം കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും നമുക്ക് ആ വാർത്ത ഒന്ന് കാണാം. ഈ പറയുന്ന ചാനലിൽ വന്ന ആ ഒരു വാർത്ത. ഇതിൽ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, പക്ഷേ കുടുംബം ഇയാളുടെ കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് 22-23 വർഷമായി ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് താമസിക്കുന്നത്. ഇപ്പം ഞങ്ങൾ മാനസികമായിട്ടും ഞങ്ങൾ വളരെയധികം തളർന്നിരിക്കുകയാണ്. ഞങ്ങളെ വീണ്ടും വീണ്ടും തളർത്തരുത് എന്നുള്ള അപേക്ഷ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും. ഇതിലും അധികം തളർന്ന് ഒരു 16 വയസ്സുകാരി അവളുടെ വീട്ടിലിരിപ്പുണ്ടാവും. ആക്ച്വലി ഞാൻ ഈ കേസിൻ്റെ കാര്യം അറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഇദ്ദേഹം ലഹരി മാഫിയക്കെതിരെയാണല്ലോ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ലഹരിക്കെതിരെ സംസാരിക്കുന്നത് കൊണ്ട് ലഹരി മാഫിയ കുടിക്കിയതായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പിന്നെയാണ് അറിഞ്ഞത് സ്കൂളിൽ നടന്ന കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ആ കുട്ടിക്ക് സംഭവിച്ച ഈ ഒരു കാര്യം സംസാരിക്കുന്നത്, പുറത്ത് പറയുന്നത്. അപ്പോൾ സ്കൂളിലെ പ്രിൻസിപ്പലാണ് ഇത് കംപ്ലയിൻ്റ് ആക്കിയതും പിന്നെ അത് കേസായതും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതും. ഇങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ലഹരി മാഫിയയുടെ കളിയല്ലല്ലോ.
ഇവിടെ കുടുംബം ഇയാളുടെ കൂടെ ഉണ്ട് എന്ന് കാണിച്ചാൽ കുറേയൊക്കെ സിമ്പതി ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഇങ്ങനൊരു വീഡിയോ പുറത്ത് വന്നത്. പക്ഷേ ഇവർ ഇയാളെ പിരിഞ്ഞു പോയിട്ട് 4 വർഷമായെന്ന് പറയുന്നു. 4 വർഷമായിട്ട് ഇവർ ഒരുമിച്ചല്ല താമസം എന്ന് പറയുന്നു. പിന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇവരെന്തിനാണ് വന്നത്? നമുക്കതിൽ ബാക്കി കേൾക്കാം. നമ്മളിപ്പോൾ നിയമപരമായിട്ട് ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. വക്കീലിനെയാണ് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത്. നമുക്ക് നിരപരാധിത്വം തെളിയിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതിന് അപ്പുറം കൂടുതലൊന്നും നമുക്ക് ഇനിയിപ്പോൾ പറയാനില്ല. കുടുംബം പപ്പയുടെ കൂടെയാണ്, ഞങ്ങൾ എല്ലാവരും സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്. യാതൊരു പ്രശ്നങ്ങളും പപ്പയ്ക്കില്ല. പ്രചാരണങ്ങൾ പറയുന്നവരെ അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുള്ളൂ. സത്യാവസ്ഥ എന്താ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്താണ് മോളെ സത്യാവസ്ഥ? അച്ഛൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്നാണോ? അത് മോൾക്ക് എങ്ങനെ പറയാൻ പറ്റും? മോൾ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നോ? ഇതൊക്കെ ചോദ്യങ്ങളാണ്. എങ്ങനെയാണ് സ്വന്തം അച്ഛനെ സപ്പോർട്ട് ചെയ്യണം, അച്ഛന് വേണ്ടി സംസാരിക്കണം, അച്ഛന് വേണ്ടി വാദിക്കണം, ഒക്കെ ശരിയാണ്. പക്ഷെ അപ്പുറത്ത് നിൽക്കുന്നൊരു കുട്ടി, മാനസിക വൈകല്യമുള്ളൊരു കുട്ടി, ഇതിനകത്ത് ഞാൻ ആ പാരൻസിനെയും തെറ്റു പറയും. കാരണം ഇയാളുടെ എന്ത് ക്വാളിഫിക്കേഷൻ കണ്ടിട്ടാണ് ഇവർ ആ കുട്ടീനെ അയാളെ ഏൽപ്പിച്ചിട്ട് പോയത്? അതും 16 വയസ്സുള്ള കുട്ടി. സാധാരണ ഏത് പാരൻസിന് അത് പറ്റും? മക്കളെ കുറേയധികം ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരു ദിവസം പോലും മറ്റൊരാളുടെ അടുത്ത്, മറ്റൊരു വ്യക്തിയുടെ അടുത്ത് മാറ്റി നിർത്താൻ ഒരു പാരൻസും തയ്യാറാവില്ല. അത് എന്ത് പ്രശ്നം ഉണ്ടായാലും ആ പാരൻസും കൂടെ ഉണ്ടാവും ആ കുട്ടിയുടെ കൂടെ. പക്ഷേ ഇവിടെ കുട്ടീനെ വിട്ടിട്ട് അവർ പോയി. ഇയാൾ പറയുന്ന എല്ലാം അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എങ്ങനെ പറ്റുമെന്ന് മനസ്സിലാവുന്നില്ല. ബാക്കിയേക്കാം. ഫിലിപ്പ് സാറിൻ്റെ കൂടെയല്ല, വേറെയാണ് താമസിക്കുന്നത്, വീട്ടിൽ ആരുമില്ല, അത്തരത്തിലുള്ള പ്രചാരണങ്ങളാണ്. എനിക്കൊരു ബിസിനസ് ഉണ്ട്, അതിന്റെ കാര്യത്തിന് ഞാൻ പോയിട്ട് ഞാൻ തിരിച്ചു വരാറുണ്ട്. അവിടെ അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ നിൽക്കും. അത് കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരും. പിന്നെ എല്ലാവരും പറയുന്നത് കുടുംബ പ്രശ്നങ്ങൾ, എല്ലാ വീട്ടിലുള്ള കുടുംബ പ്രശ്നങ്ങൾ പോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലും ഉണ്ട്. അതിപ്പോ ചോദിക്കുന്നത് നിങ്ങളുടെ വീട്ടിലും കാണും. അത് സ്വാഭാവികമല്ലേ? കുടുംബത്തിൽ പ്രശ്നമില്ലെങ്കിൽ കുടുംബം ഇല്ല, അത്രയേ ഉള്ളൂ അതിന്റെ കാര്യം. കോടതി മുമ്പിലിരിക്കും. അതെ, അത്രയേ ഉള്ളൂ കാര്യം. വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വോയിസ് ഓഫ് മലയാളി ജെറിൻ എന്ന് പറഞ്ഞിട്ട് ജെറിൻ ചേട്ടൻ്റെ ചാനലിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ. അദ്ദേഹം ഇവരുടെ നിലവിലെ ഹസ്ബൻഡിനോട് സംസാരിച്ചിട്ടുണ്ട്. അയാൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ജെറിൻ ചേട്ടൻ്റെ ചാനലിൽ വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് കേട്ട് നോക്കാം. ചിലപ്പോൾ നിങ്ങൾ കണ്ടതായിരിക്കും, നിങ്ങൾ കേട്ടതായിരിക്കും, എന്നാലും നമുക്കതൊന്ന് കേട്ട് നോക്കാം. ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇവരുടെ ബിസിനസ് എന്താണ്? ഇവരെവിടെയാണ് പോയി വരുന്നത്? ഇതൊന്നും അന്വേഷിക്കാൻ എന്താ ഈ നാട്ടിലുള്ള ആരും ഇത് അന്വേഷിക്കില്ല നിങ്ങൾ കരുതി? ഇയാൾ തേച്ചു മാച്ച് കളയാൻ ശ്രമിക്കുന്നത് ഒരു 16-കാരിയുടെ സ്വപ്നങ്ങളെയാണ്. അതാദ്യം മനസ്സിലാക്കണം. അവളുടെ സ്വപ്നത്തെയാണ് ഈ നാറി എന്ത് ചെയ്തത്? വളച്ചൊടിച്ച് കളഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അവരെ ഒന്നും ന്യായീകരിച്ചുകൊണ്ട് ഒരിക്കലും വരരുതെന്നാ പറയുന്നത്. മകളെ, നീ ആലോചിക്കണം, നീയും ഒരു പെണ്ണാണ്. നിന്റെ അച്ഛൻ ചെയ്തത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാനുള്ള ആർജവം മനസ്സിലുണ്ടാവണം. സ്ത്രീയെ, നീ ഒരു അമ്മയാണ്. നിന്റെ ഗർഭപാത്രത്തിലും 2 ജീവൻ എടുത്തതാണ്, ഇല്ലേ? ഒരു മകളും ഒരു മകനും. നിന്റെ മകൾക്കാണിത് വന്നിരുന്നതെങ്കിൽ എന്ത് ചെയ്തനെ? അവിടെ ഭർത്താവെന്നോ അച്ഛനെന്നോ സഹോദരനെന്നല്ല, നീ ഒരു മനുഷ്യനായി ചിന്തിക്കും, നീ ഒരു അമ്മയായി ചിന്തിക്കാൻ എനിക്ക് പറയാനുള്ളൂ. കൂടുതലൊന്നും ഈ കാര്യത്തിലില്ല. ഇനിയും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും, അന്നേരം ഇതിന്റെ അപ്പുറം പറയും. ഈ കുട്ടിയെ, 16 വയസ്സുള്ള കുട്ടി, ചിലപ്പം ഒരു കർട്ടന് പുറകിലിരിക്കാൻ വിധിക്കപ്പെട്ടവളായിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്നറിയോ? നിന്റെ ഭർത്താവ് കാരണം, നിന്റെ ആദ്യ ഭർത്താവ് കാരണം. മകളെ, നിന്റെ അച്ഛൻ കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് ഇവിടെ ഹോമിക്കപ്പെട്ടത്. ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എന്റെ മകളാകാനുള്ള പ്രായമേ ഉള്ള ആ പെൺകൊച്ചിന്. അല്ലെ, എന്റെ മൂത്ത മകൾക്ക് 12 വയസ്സുണ്ട്. ഇതിന് 3-4 വയസ്സിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. 16 വയസ്സെന്ന് പറഞ്ഞാൽ ആ മകളോട് ഇങ്ങനെ പെരുമാറിയ നിന്റെ അച്ഛനെ നീ ചേർത്ത് പിടിക്കുമ്പം ഒന്നും പറയാനില്ല. കാരണം അച്ഛനോടുള്ള സ്നേഹം വേണം. ഏതൊരു പെൺമക്കളും ഹീറോ അച്ഛനാണ്. പക്ഷെ നിന്റെ അച്ഛൻ ഹീറോ അല്ല എന്ന് ഈ ലോകം തിരിച്ചറിഞ്ഞു. ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ പുറത്തോട്ട് തന്നെ വരും. എന്തായാലും അമ്മയ്ക്ക് മറ്റേ ചേട്ടനുമായിട്ട് ഞാൻ സംസാരിച്ചതിന്റെ ബാലൻസ് ഇട്ടേക്കാം. അതൊന്ന് കേൾക്കുന്നത് നല്ലതായിരിക്കും. കള്ളം പറയുമ്പോൾ നിന്റെ അമ്മ നല്ലൊരു അമ്മയാണ്. കാരണം തല താന്നിരിക്കുന്ന ആ സ്ത്രീയുടെ, അവരൊരു നല്ല അമ്മയായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കും അവർ ഈ കള്ളം പറഞ്ഞത്. പക്ഷേ ഞാൻ ഒരിക്കലും ഇത് ഇങ്ങനെ തെളിവോടുകൂടി വന്ന് സംസാരിക്കില്ലായിരുന്നു. തൊട്ടപ്പുറത്ത് ഞാൻ കാണുന്നത് എന്റെ മകളെയാണ്. ഒരു 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. അപ്പം ഇത് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വേദനിക്കണം. കാരണം നിങ്ങളുടെ വേദനയും കണ്ണുനീരും ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. കാരണം ഞാൻ കാണുന്നത് ഞാൻ കാണാത്തൊരു കുട്ടിയാണ്. ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഞാൻ ഇനിയും സംസാരിക്കും. ആ കുട്ടിയെ ചേർത്ത് നിർത്താൻ എന്തെല്ലാം ചെയ്യാൻ പറ്റും അതിന്റെ എക്സ്ട്രീം ലെവൽ വരെ പോകും. അപ്പൊ എന്തായാലും ഇതിന് ശേഷമുള്ള ആ ചേട്ടനോട് സംസാരിക്കുന്നു, ഒന്ന് കേട്ടോളൂ. പറ്റുവാണെങ്കിൽ പൊന്നു ചേച്ചി, സംരക്ഷിച്ചതാണ്. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ഉപദ്രവിച്ച്, നിങ്ങൾക്ക് ഭക്ഷണം തരാതെ, നിങ്ങളെ രാപ്പകൽ ഉപദ്രവിച്ചപ്പോൾ പൈസ തരാതിരുന്ന നിങ്ങൾ കേസുമായി CIയുടെ ഓഫീസ് കയറി ഇറങ്ങി ഇയാളെ പറ്റി ഓരോന്ന് പറയും. എന്തിനാണ്? നിങ്ങളുടെ മകളും നിങ്ങളും ഇയാൾ ചെയ്ത പ്രവർത്തികൾ കണ്ട് മടുത്ത വീട് വിട്ടിറങ്ങിപ്പോയ വ്യക്തികളാണ്. അതിനും തെളിവുകളുണ്ട്. എന്നിട്ടും നിങ്ങളിപ്പോൾ ചെയ്യുന്നെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. നിങ്ങളുടെ മനസാക്ഷിക്ക് ഞാൻ വിട്ടുതരികയാണ്. ഫിലിപ്പ് എന്ന് പറയുന്ന വ്യക്തി മനസാക്ഷിയുള്ളവനാണെങ്കിൽ മരണം അവൻ സ്വയം സ്വീകരിച്ചു പോകുന്ന ഒരു വ്യക്തിയായി മാറും. കാരണം അത്രയും ക്രൂരതയാണ് പലരോടും ചെയ്തിരിക്കുന്നത്. പലരും പലതും പറഞ്ഞു. പക്ഷേ അതല്ല ഇവിടെ കാര്യം. നിങ്ങൾ ഈ പറഞ്ഞ കള്ളം പൊളിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ വന്നത്. തീർച്ചയായിട്ടും ഞാനും ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം, അയാൾ തെറ്റുകാരനാണെങ്കിലും തെറ്റുകാരനല്ലെങ്കിൽ അയാളെ കോടതി വെറുതെ വിടും. തെറ്റുകാരനാണെങ്കിൽ അയാളെ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അത് ഞാൻ അന്നും പറയുന്നു, ഇന്നും പറയുന്നു.
പക്ഷേ ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്തിനാണ് അയാളെ വെളുപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കോലാഹലം ഉണ്ടാക്കിയത്. ഭാര്യ വരുന്നു, മുൻ ഭാര്യ വരുന്നു, മകൾ വരുന്നു, ഒരു മീഡിയനെ കൂട്ടുപിടിക്കുന്നു. അഡ്വക്കേറ്റ് എന്തിനാണ് ഇങ്ങനൊരു കളി കളിക്കുന്നത്? അതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യം. അയാൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഇനി കേൾക്കാൻ പോകുന്ന വോയിസ് ആരുടെയാണ്? അത് ഈ ഭാര്യയും മകളും പറയേണ്ട കാര്യമാണ്. ഇവർ ഡിവോഴ്സ് ആണുള്ള കാര്യം എന്താണ് ചേട്ടാ? ഡിവോഴ്സ് ആണ് അവരുടെ ഫാമിലി പ്രോബ്ലം തന്നെയാണ്. ഇപ്പൊ കുടുംബം നോക്കുന്നില്ല, പിള്ളേരെ നോക്കുന്നില്ല, അങ്ങനെ ആണ്. പക്ഷെ ഇപ്പൊ ഈ ചേച്ചി ഓടി പുള്ളിയുടെ ഇതിനൊക്കെ പോയി ചില വീഡിയോ ഒക്കെ ഇടുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങളുടെ അറിവോട് വേണം, നിങ്ങളുടെ വീട്ടിലെ സംരക്ഷണം നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ പോണത് ശരിയാണോ? അതെന്താ വെച്ചാല് അത് പോയത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അപ്പൻ പിള്ളേരുടെ അപ്പനാണല്ലോ. പിള്ളേരുടെ അപ്പനായതുകൊണ്ട് അവർക്ക് ഒരു കമ്മിറ്റ്മെന്റ് പിള്ളേരുടെ അപ്പൻ എന്ന നിലയ്ക്ക്. പക്ഷെ അവർ വീഡിയോയിലൊക്കെ പറയുന്നത് അവര് ഒരുമിച്ച് പുള്ളിയുടെ കൂടെ തന്നെയാണ് താമസം വർഷങ്ങളായിട്ടെന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷേ അത് അവരെ കൊണ്ട് അവരെ പറയിപ്പിക്കുന്നതാണ്. അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. വീഡിയോ കേൾക്കുമ്പോൾ കാണുമ്പോൾ നമുക്കറിയാം അവരെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിച്ച ടോക്കാന്നുള്ള വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായി. ഞാൻ കണ്ടിട്ട് എനിക്ക് മനസ്സിലായതാണ്. ആണോ? ഈ ചേച്ചിക്ക് എന്താ ബിസിനസ് ആണെന്ന് പറയുന്നുണ്ടല്ലോ ചേട്ടാ? ബിസിനസ് എന്ന് പറയുന്നുണ്ട്. എന്ത് ബിസിനസ് ആ നിങ്ങളുടെ അവിടെ വന്ന് ചെയ്യുന്നത്, താമസിക്കുന്ന സ്ഥലത്ത്? ഇല്ല, ബിസിനസ് ഒന്നുമല്ല. ഞങ്ങളിവിടെ പശു വളർത്തുന്നുണ്ട്. ഞങ്ങള് 3-4 പശുവിനെയൊക്കെ വളർത്തി ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. പിന്നെ പശുവിനെ വളർത്തിയ സന്തോഷമല്ലേ ചേട്ടാ? അത് നല്ല കാര്യമല്ലേ? നമ്മള് ഗോമാതാവല്ലേ അത്? അതെ, തീർച്ചയായിട്ടും സംതൃപ്തരാണ്, കുഴപ്പമില്ല. പക്ഷെ ഇതിപ്പോ പെട്ടെന്ന് ഓടിപ്പോയപ്പോ അത് ഭയങ്കര നാണക്കേടായല്ലോ ചേട്ടന് ഇങ്ങനെ കാണിക്കുമ്പോ. എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ പറയാ. ഈ മകളും ഈ പറയുന്ന മകളും ഭയങ്കര സപ്പോർട്ടായിട്ട്. ഈ മകൾ ആദ്യം അച്ഛനെ കാണത്തില്ലാത്ത ഒരാളാന്നൊക്കെ ഞാൻ കേട്ടത്. ശരിയാണോ? അങ്ങനെ ഉള്ളതാണോ ഈ മകള്? ഇവര് പിന്നെ അമ്മയും മക്കളും ഫിലിപ്പുമായിട്ട് യാതൊരു അറ്റാച്ച്മെന്റ് ഉള്ളതല്ല. പിന്നെ മകൻ മാത്രമേ ഉള്ളൂ. കാരണം ഫിലിപ്പിന്റെ അമ്മ മാത്രമേ വീട്ടിലുള്ളൂ. അമ്മയ്ക്ക് നോക്കാനും പറ്റാനായിട്ട് മകൻ പോകും. മകള് പോകാറില്ല, അവരെ കാണാനും പോകാറില്ലായിരുന്നു. അവര് വേറെ താമസിക്കുന്നത്. ഈ ചേച്ചി പേര് മാറ്റിയതായിരുന്നല്ലോ, ഡോളി എന്നല്ലായിരുന്നു ആദ്യത്തെ പേര്. ഇവര് പിന്നെ ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞ് പേര് മാറ്റിയിട്ടല്ലേ ഇപ്പം എസ് ആർ ജോസഫ് എന്ന് പറഞ്ഞൊരു പേരിലോട്ട് മാറിയിരിക്കുന്നത്? തീർച്ചയായിട്ടും അവരുടെ പേരൊക്കെ മാറ്റിയത്. ഇപ്പൊ ആധാർ കിടക്കുന്ന ചേട്ടന്റെ വീടിന്റെ അഡ്രസ് ആണെന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെയാണ് ചേട്ടൻ നമ്പർ തപ്പി എടുത്തത്. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലോട്ടല്ല അഡ്രസ് കിടക്കുന്നത്, ഈ അഡ്രസ് ആധാർ കൂടെ താമസിക്കുന്നതുകൊണ്ട് കെയർ ഓഫ് വന്നിരിക്കുന്നതാണ്. എന്റെ കൂടെ വന്നതിന് ശേഷമാണ് അഡ്രസ് മാറ്റിയത്. അതിപ്പോ കെയർ ഓഫ് ആണ്. ഇപ്പൊ എന്റെ വൈഫിന്റെതും കെയർ ഓഫ് ഇപ്പൊ വൈഫ് ഓഫ് എന്നൊന്നും ഇല്ല ആധാറിനകത്ത്. ഇപ്പൊ പുതിയത് കെയർ ഓഫ് എന്നാ വരുന്നത്. വൈഫ് ഓഫ് ഡോട്ടർ ഓഫ് അങ്ങനെയൊന്നുമില്ല, കെയർ ഓഫ് എന്നാ വരാറുള്ളൂ. അപ്പൊ കല്യാണം കഴിച്ചിട്ടുള്ള 3-4 കൊല്ലമായിട്ട് ചേട്ടന്റെ കൂടെ ഉള്ള ആളാണ് ഇപ്പൊ പുള്ളിക്കാരന്റെ ഭാര്യ എന്ന് പറഞ്ഞ് പോകുന്നത് അല്ലേ? അതെ, അത് അവരെ കൊണ്ട് ആരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി തന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അവർ പോകേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ എന്തോ നല്ല മനസ്സാണല്ലോ ചേട്ടന്റെ. ഇങ്ങനെയൊക്കെ പോയിട്ടും ചേട്ടൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണമെങ്കിൽ നല്ല മനുഷ്യനാണ്. ആ ചേച്ചി നല്ല മനുഷ്യനാണ്. കാരണം എന്താ, ഭർത്താവ് എന്നുള്ളതിനപ്പുറം പിള്ളേരുടെ അച്ഛൻ എന്നുള്ളൊരു സ്നേഹം കൊണ്ടായിരിക്കും ആ ചേച്ചിയും പോയത് അല്ലേ? തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു കമ്മിറ്റ്മെന്റ് അവരില്ല. കാരണം എനിക്കറിയാവുന്നതാണ് അവർ തമ്മിലുള്ള ബന്ധങ്ങളും അകലച്ചകളും എനിക്കറിയാവുന്നതാണ്. ഞാനൊക്കെ നമ്മളെയൊന്നും പോലീസ് പിടിച്ചപ്പോ ആദ്യമായി വന്നില്ല ചേട്ടാ. അതിന്റെ ഒരു വിഷമമുണ്ട്. നല്ലൊരു സ്ത്രീയാണ്. അതാണ് പറഞ്ഞത്. നമ്മുടെയൊക്കെ അവസ്ഥ, നമ്മളൊക്കെ ജയിലിൽ പോയി കിടക്കാൻ പോയപ്പോ ആരും വന്നില്ല വെറുതെ നമ്മുടെ. പക്ഷെ വേറെ ഉള്ളത് പറയുള്ളൂ. ഇപ്പോൾ ഉള്ള ഭാര്യയും പെങ്ങളും ഒക്കെ വന്നായിരുന്നു. ആദ്യ ഭാര്യ വിളിച്ചു പോലും ചോദിച്ചില്ല. പക്ഷെ ഈ ചേച്ചി അങ്ങനെയുള്ളവർക്ക് ഒരു മാതൃകയാണ് ഈ ചേച്ചി ചേട്ടാ. അപ്പൊ ഇപ്പൊ ചേച്ചി പോയപ്പോ പശുവിനെ ആടിനെയും കോഴിനെയൊക്കെ ആരും നോക്കും? ചേട്ടനാണോ നോക്കുന്നത്? അവിടെ ഉള്ളവർ പറഞ്ഞപ്പോ ചേട്ടൻ ഭയങ്കര പശു പരിപാടിയാന്നൊക്കെ പറഞ്ഞിട്ട് ശരിയാണോ? ഇനിയിപ്പോ പുള്ളിയുടെ റിമാൻഡ് കഴിഞ്ഞൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ചേട്ടൻ പശു തൊഴുത്തിലോട്ട് കിടപ്പ് കാട്ടേണ്ടി വരും. അയ്യോ, അങ്ങനെയാണോ? അങ്ങനെയൊന്നും വിചാരിക്കില്ല. നമ്മൾ വേറെ നല്ല വേറെ തന്നെ ഒരു 10-16 വയസ്സുള്ള ഒരു കൊച്ചിന്റെ ഒരു ഇൻസിഡന്റ് ആകുമ്പോൾ ഇവരിങ്ങനെ കള്ളം പറയുമ്പോൾ ആ കൊച്ചിന് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ ചെയ്യണ്ടേ? ഒന്നില്ലെങ്കിലും എന്റെ മകളാകാൻ പ്രായമുള്ള ഒരു കൊച്ചാണ്. കറക്റ്റ്, അതേ ഉള്ളൂ. അത് പോട്ടെ, സാറില്ല. ഞാനിതൊന്ന് വേറെ നമ്മുടെ മലയാളികളല്ലേ ചില രണ്ട് കാരണം എന്താ വെച്ചാൽ ഒന്ന് ആ സ്ത്രീ എന്റെ കൂടെ നിൽക്കുന്നതാണ്. ഞങ്ങൾ ഇവിടെ വളരെ സന്തോഷമായിട്ട് ഇവിടെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. വൈഫ് എന്ന രീതിയിലാണ് ഇവിടെ ജീവിക്കുന്നത്. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം കഴിഞ്ഞാൽ ഫ്രീ ആയി കഴിഞ്ഞാൽ വണ്ടി എടുത്ത് നല്ല റെസ്റ്റോറന്റുകളിൽ പോയി ഭക്ഷണം കഴിക്കും. റിലാക്സ് ആയിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പൊ ഞങ്ങൾ ഈ നാട്ടിലുള്ള ഏകദേശം വയനാട്, കോഴിക്കോട് ജില്ലയുള്ള എല്ലാവരും ഞങ്ങൾക്ക് അറിയാം, ഞങ്ങളെ അറിയാം. ഒരു നല്ല റെസ്റ്റോറന്റിലല്ല ഞങ്ങൾ നല്ലോണം ഫുഡ് കഴിക്കുക. കുഴപ്പമില്ല, ചേച്ചി തിരിച്ചു വരും. വിളിപ്പുതാറ് ഇറങ്ങി കഴിയുമ്പോൾ ഇറങ്ങിയാലല്ലേ ചേച്ചി കുഴപ്പം. കുറച്ചു സമയം തിരിച്ചു പോകുന്നുള്ളൂ. കാര്യമൊക്കെ ചേച്ചിക്ക് മനസ്സിലായിക്കോളും. വരുമോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള രീതിയിൽ പോയതാണ്. അത് അവരൊരു അമ്മ കൂടെ അല്ലേ, വിട്ടുകളയട്ടെ, കുഴപ്പമില്ല, പോട്ടെ എന്തായാലും. ശരിക്കും ഈ മനുഷ്യൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കഷ്ടപ്പെട്ട് നിന്നൊരു സ്ത്രീയെ വിളിച്ച് കൂടെ താമസിപ്പിച്ചു. ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് വളരെ സന്തോഷത്തോടെയാണെന്ന് പറയുന്നു. അപ്പോഴാണ് അവരുടെ ആദ്യ ഭർത്താവിന് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നു. കുട്ടികളെ ഓർത്ത് അവർ തിരിച്ചു പോകുന്നു. ഇനി അവരിങ്ങോട്ട് വരുമോ ഇല്ലയോ എന്ന് ഇയാൾക്ക് ഉറപ്പ് പോലുമില്ല. ഇതാണ് ഈ ചേട്ടൻ്റെ അവസ്ഥ. പരിതാപകരമാണ്, പറയാണ്ടിരിക്കാൻ വയ്യ. ഇനി എന്തിനാണ് ഇങ്ങോട്ട് നാടകം കളിച്ചതെന്നാണ് ചോദ്യമായിട്ട് നിൽക്കുന്നത്. ശരിക്കും ഇവരെത്ര പേരെ ചീറ്റ് ചെയ്യുന്നത്? ഈ പാവം മനുഷ്യനെ, ജനങ്ങളെ എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി?
അയാൾ, ഞാൻ പറഞ്ഞല്ലോ, അയാൾ കുറ്റക്കാരനാണെങ്കിൽ അയാൾ കുറ്റക്കാരനാണ് എന്ന് കോടതി പറയുന്നവരെയും കുറ്റക്കാരനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതാണ് ഇവിടുത്തെ നിയമ വ്യവസ്ഥ എന്ന് പറയുന്നത്. പ്രതിച്ഛായ അല്ലെങ്കിൽ ചില വിഗ്രഹങ്ങൾ ഉടഞ്ഞു പോവുകയാണ്. നമുക്ക് വേറൊരു വീഡിയോ കാണാം. ആളുകളെ മയക്കുന്ന ഗുളികയുണ്ട് ഇയാളുടെ കയ്യിൽ, അറിയോ? ആ ഗുളിക കൊടുത്തിട്ട് ആൺകുട്ടികളെ, എനിക്കറിയാവുന്ന ആണിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇയാൾ. ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് ഓടിയവരുണ്ട്. എന്നിട്ട് കരയുക, വെളുപ്പിക്കുക. അങ്ങനെ ഇനിയും കണ്ണീര് വെച്ച് വെളുപ്പിച്ചാൽ ഇവിടെ കൊണ്ടിരുത്തി പറയിക്കും അനുഭവസ്ഥരെ, കൂടെ നടന്നവരെ, കൂടെ നിന്നവരെ. അത്ര അധമ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട് ഇയാൾ. ഇത്ര ഹീനമായിട്ടാണ് ഫിലിപ്പ് മമ്പാട് ഓരോ ഇരകളോടും പെരുമാറിയിട്ടുള്ളത്. കുറേ വോയിസ് ക്ലിപ്പൊക്കെ കണ്ടു, വാട്സപ്പ് ഓഡിയോസ്, പല രീതിയിലും സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പുകളാണ്. അതൊക്കെ അവരുടെ കാര്യങ്ങൾ, നമുക്ക് അതിനോടൊന്നും താല്പര്യമില്ല. പക്ഷേ ഇതിപ്പോൾ സംസാരിച്ചിരിക്കുന്നത് സാമൂഹ്യ നിരീക്ഷകനാണ്, ഇതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഇദ്ദേഹം പറയുന്നത് മയക്കുന്ന ഗുളിക വരെ വെച്ചിട്ടാണ് ആളുകളോട് ഇടപെടുന്നതെന്നാണ് പറയുന്നത്. ഭയങ്കര വേഴ്സ് സിറ്റുവേഷനാണ്. ഏതായാലും ഇത്രയും കേട്ടതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ പറയുക. ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന വ്യക്തി മനസാക്ഷിയുടെ കോടതി അയാളെ വെറുതെ വിട്ടാലും, കാരണം അയാൾക്ക് വേണ്ടി വാദിക്കാൻ വലിയ വലിയ അഡ്വക്കേറ്റുമാർ വരും, ചാനലുകാർ ഇറങ്ങുന്നുണ്ട്. സോ കളിക്കുന്നുണ്ട്, ആൾക്കാർ പുറകിൽ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ 16 വയസ്സുകാരിക്ക് നീതി കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അതൊരു ചോദ്യചിഹ്നമാണ്. എന്തായാലും ആ കുട്ടിക്ക് നീതി കിട്ടട്ടെ. കോടതി വെറുതെ വിട്ടാലും ഇയാളുടെ മനസാക്ഷിയുടെ ഒരു കോടതി ഉണ്ടല്ലോ, അവിടെ അയാൾ എന്നും തെറ്റുകാരനായിരിക്കും. അയാളുടെ മകളുടെ പ്രായം, മകൾക്ക് ഏകദേശം 16-17 വയസ്സ് ഉണ്ടാവുള്ളൂ തോന്നുന്നു, മാക്സിമം 20 വയസ്സ്, അതിനപ്പുറം പോലും തോന്നുന്നു. ആ കുട്ടിയുടെ ആ ഒരു ഏജിൻ്റെ അടുത്തേ വരുന്നുള്ളൂ. അങ്ങനെയുള്ളൊരു കുട്ടിയോട് ഇത്രയും ക്രൂരമായിട്ട് ആ കഥയൊക്കെ കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. എങ്ങനെ പറ്റുന്നു സ്വന്തം മകളുടെ പ്രായമുള്ളൊരു കുട്ടിയോട് ഇങ്ങനെ പെരുമാറാൻ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.